പത്തനംതിട്ട കോന്നിയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് അധ്യാപകന്റെ മാനസിക പീഡനം മൂലമെന്ന് അമ്മയുടെ പരാതി. 19 വയസ്സുള്ള ഗായത്രിയെയാണ് ഇന്നലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ അതുകൂടാതെ ഈ പല പിള്ളേരെയും റേറ്റിങ്ങിനൊക്കെ റൂമിലേക്ക് വിളിക്കുക, വേറെ ഹോട്ടൽ മുറികളിൽ റൂം എടുത്തിട്ട് ഡേറ്റിങ്ങിന് വരുന്നോന്ന് എനിക്കറിയത്തില്ല. ഇതൊന്നും പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വലിയ ഇതൊന്നും ആളൊന്നും അല്ല. മോൾ എന്നോട് പറഞ്ഞിരുന്നു, മോശമായിട്ട് പ്രദീപ് ജി, അടൂർ ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട് റവന്യൂ ടവറി, അയാൾ ആർമിയുടെ ഉദ്യോഗസ്ഥനായി, എവിടെ എന്തും അയാൾക്ക് പവർ ഉണ്ടെന്നുള്ളതില്ല. മോള് പറയുന്നത് അമ്മയെ പലരെ ഇതുപോലെ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേരെ എല്ലാം ഡേറ്റിങ്ങിന് വിളിക്കുന്നുണ്ട്. എന്നോടും പറഞ്ഞു, കുഞ്ഞുങ്ങളെന്നോ വലിയവരെന്നോ ഇയാൾക്ക് തിരിവില്ല. ഇയാൾക്ക് ഏതൊരു വ്യക്തിയായാലും സ്ത്രീ എന്നൊരു പടം കണ്ടാൽ മാത്രം മതി. ബാക്കി ഈ പറഞ്ഞ പോലെ സകലതും ഇയാളെ മറക്കുക. അധ്യാപകൻ തന്നെ, വേറെ ആരുമല്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അധ്യാപകൻ കാരണം തന്നെ എൻ്റെ കുഞ്ഞ് പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാനൊരു പെറ്റമ്മയാണ് ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണോ? അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള്, ഇതിനി ഞാൻ ഏതറ്റം വരെയും പോകും.